എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്കെതിരെ വരുന്ന വാഹനത്തിനെ എന്ത് ചെയ്യും? നിങ്ങൾക്കെതിരെ വരുന്ന ഒരു വാഹനത്തിനെ വലതുവശത്ത് കൂടെ കടന്നു പോകുവാൻ അനുവദിക്കും. അപ്പോൾ ഒരു വാഹനം നിങ്ങൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ വലതുവശത്ത് കൂടി കടന്നു പോകുവാൻ അനുവദിക്കും. വാഹനത്തിൻ്റെ ഹോൺ മുഴക്കുന്നത് എന്തിനാണ്? വാഹനത്തിൻ്റെ ഹോൺ മുഴക്കുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുവാൻ വേണ്ടിയാണ്. വാഹനത്തിൻ്റെ ഹോൺ മുഴക്കുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുവാനാണ്. റോഡിന് കുറുകെ സീബ്ര വരകൾ ഉള്ള സ്ഥലം. റോഡിന് കുറുകെ സീബ്ര വരകൾ ഉള്ള സ്ഥലം കാൽനടക്കാർ റോഡ് മുറിച്ച് കിടക്കുന്ന സ്ഥലമെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണ്. റോഡിന് കുറുകെ സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിൽ കാൽനടക്കാർ റോഡ് മുറിച്ച് കിടക്കുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കണം. ക്ലച്ച് അസംബ്ലിയുടെ സ്ഥാനം എവിടെയാണ്? ക്ലച്ച് അസംബ്ലിയുടെ സ്ഥാനം ഗിയർ ബോക്സിനും ഫ്ലൈ വീലിനും ഇടയിലാണ്. ക്ലച്ച് അസംബ്ലിയുടെ സ്ഥാനം ഗിയർ ബോക്സിനും ഫ്ലൈ വീലിനും ഇടയിലാണ്. വളവുകളിൽ റോഡിൻ്റെ മധ്യഭാഗത്തുള്ള മഞ്ഞ വര എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വളവുകളിൽ റോഡിൻ്റെ മധ്യഭാഗത്തുള്ള മഞ്ഞ വര എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? യാതൊരു കാരണവശാലും മഞ്ഞ വരയെ തൊടുകയോ മറികടക്കുകയോ ചെയ്യുവാൻ പാടില്ല. യാതൊരു കാരണവശാലും മഞ്ഞ വരയെ തൊടുകയോ മറികടക്കുകയോ പാടില്ല. റോഡിന് നടുവിൽ തുടർച്ചയായി 2 വെള്ള വര എന്താണ് സൂചിപ്പിക്കുന്നത്? റോഡിന് നടുവിൽ തുടർച്ചയായ 2 വെള്ള വര എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇരു ദിശകളിലും ഓവർടേക്കിംഗ് പാടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ റോഡിന് നടുവിൽ തുടർച്ചയായ 2 വെള്ള വര കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇരു ദിശകളിലും ഓവർടേക്കിംഗ് പാടില്ല. ഓവർടേക്കിംഗ് ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓവർടേക്കിംഗ് ചെയ്യുന്നതിന് മുൻപ് എതിരെ മറ്റ് വാഹനങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. മുൻപേ പോകുന്ന വാഹന ഡ്രൈവറുടെ അനുവാദം വാങ്ങണം. മുൻപേയും എതിരെയുമുള്ള വാഹനങ്ങളുടെ വേഗം ഊഹിച്ചിട്ട് വേണം ഓവർടേക്കിങ്ങിന് മുതിരേണ്ടത്. എതിരെ മറ്റ് വാഹനങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുക. മുൻപേ പോകുന്ന വാഹന ഡ്രൈവറുടെ അനുവാദം വാങ്ങണം. മുൻപേയും എതിരെയുമുള്ള വാഹനങ്ങളുടെ വേഗം ഊഹിച്ചിട്ട് വേണം മറികടക്കുവാൻ. റോഡിന് സമാന്തരമായ പാർക്കിംഗ്. റോഡിന് സമാന്തരമായ പാർക്കിംഗ് എന്ന് വെച്ചാൽ പാരലൽ പാർക്കിംഗ് എന്നാണ് പറയുന്നത്. റോഡിന് സമാന്തരമായ പാർക്കിംഗ് എന്നാൽ പാരലൽ പാർക്കിംഗ്. രാത്രി നഗരവീഥികളിൽ കൂടി ഒരു വാഹനം ഓടിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ലൈറ്റ് ഏതാണ്? രാത്രിയിൽ നഗരവീഥികളിലൂടെ ഒരു വാഹനം പോകുമ്പോൾ ഉപയോഗിക്കേണ്ട ലൈറ്റ് ഡിം ലൈറ്റാണ്. ഡിം ലൈറ്റ്. റേഡിയേറ്ററിൻ്റെ ഉപയോഗം എന്താണ്? റേഡിയേറ്ററിൻ്റെ ഉപയോഗം എൻജിനിലെ വെള്ളം തണുപ്പിക്കുവാൻ വേണ്ടിയാണ്. റേഡിയേറ്ററിൻ്റെ ഉപയോഗം എൻജിനിലെ വെള്ളം തണുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എൻജിൻ ഏതാണ്? മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എൻജിൻ ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ എന്നാണ് അറിയപ്പെടുന്നത്. IC എൻജിൻ എന്നും പറയുന്നു. ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ. ഇറങ്ങുമ്പോൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? വാഹനം ലോ ഗിയറിൽ ആക്കണം. ഇറങ്ങുമ്പോൾ വാഹനം ലോ ഗിയറിലിട്ട് വേണം ഇറങ്ങേണ്ടത്. രാത്രികാലങ്ങളിൽ മുൻപേ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ഓവർടേക്ക് അനുവാദം ലഭിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? രാത്രികാലങ്ങളിൽ മുൻപേ പോകുന്ന വാഹനത്തിൽ ഓവർടേക്ക് അനുവാദം ലഭിക്കുന്നതിന് 2 ഹോൺ മുഴക്കുക. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും അടിക്കുക. രാത്രികാലങ്ങളിൽ മുൻപേ പോകുന്ന വാഹനത്തിൽ നിന്ന് ഓവർടേക്കിംഗ് അനുവാദം ലഭിക്കേണ്ടതിന് 2 പ്രാവശ്യം ഹോൺ മുഴക്കണം. അതിനുശേഷം ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും അടിക്കണം. മിന്നി മിന്നി കത്തുന്ന ചുവപ്പ് സിഗ്നൽ നൽകുന്ന നിർദ്ദേശം എന്താണ്? മിന്നി മിന്നി കത്തുന്ന ചുവപ്പ് സിഗ്നൽ നൽകുന്ന നിർദ്ദേശം വാഹനം നിർത്തി ഇരുവശവും ശ്രദ്ധിച്ച് മറ്റു വാഹനങ്ങൾ ഇല്ല എങ്കിൽ മാത്രം കടന്നു പോവുക. വാഹനം നിർത്തി ഇരുവശവും ശ്രദ്ധിച്ച് മറ്റ് വാഹനങ്ങൾ ഇല്ല എങ്കിൽ മാത്രം കടന്നു പോകണം.
8 വശത്തോട് കൂടിയതും വെളുത്ത അരികോട് കൂടിയതും ചുവപ്പ് പശ്ചാത്തലത്തിലുള്ളതുമായ റോഡ് അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? ഒന്നുകൂടെ വായിക്കാം. 8 വശത്തോട് കൂടിയതും വെളുത്ത അരികോട് കൂടിയതും ചുവപ്പ് പശ്ചാത്തലത്തിലുള്ളതുമായ റോഡ് അടയാളം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നിർത്തുക, സ്റ്റോപ്പ് സിഗ്നലാണ് കേട്ടോ. സ്റ്റോപ്പ് സിഗ്നൽ. 8 വശത്തോട് കൂടിയതും വെളുത്ത അരികോട് കൂടിയതും ചുവപ്പ് പശ്ചാത്തലത്തോട് കൂടിയതുമായ റോഡ് അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ നിർത്തുക. കാറിൻ്റെ മുൻ സീറ്റിലിരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് എന്തുകൊണ്ട്? കാറിൻ്റെ മുൻ സീറ്റിലിരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് വാഹനം കൂട്ടിയിടിക്കുമ്പോൾ ഗുരുതരമായ പരിക്കുകൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ്. വാഹനം കൂട്ടിയിടിക്കുമ്പോൾ ഗുരുതരമായ പരിക്ക് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് വാഹനത്തിലെ മുൻപിലിരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത്. നിലവിലുള്ള വാഹനങ്ങൾക്ക് സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ മാത്രമേ എയർ ബാഗ് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ എയർ ബാഗിൽ നിറച്ചിരിക്കുന്ന കെമിക്കൽ എന്താണ്? സോഡിയം അസൈഡ്. മനുഷ്യൻ കണ്ടുപിടിച്ച ചക്രം പിടിപ്പിച്ച ആദ്യ വാഹനം ഏതാണ്? മനുഷ്യൻ കണ്ടുപിടിച്ച ചക്രം പിടിപ്പിച്ച ആദ്യ വാഹനം എന്ന് പറയുന്നത് ഉന്തുവണ്ടിയാണ്. ബ്ലാക്ക് സ്പോട്ട് എന്നാൽ എന്താണ്? ബ്ലാക്ക് സ്പോട്ട് എന്നാൽ എന്താണ്? വാഹനത്തിൻ്റെ പിറകുവശമാണ് ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയുന്നത്. ബ്ലാക്ക് സ്പോട്ട് എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ പിറകുവശം. എന്നാൽ എന്താണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്? ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ പിൻകാഴ്ച നൽകുന്ന കണ്ണാടിയിൽ മറഞ്ഞിരിക്കുന്ന സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ പിറകുവശവും ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് പിൻകാഴ്ച നൽകുന്ന കണ്ണാടിയിൽ മറഞ്ഞിരിക്കുന്ന സ്ഥലവും. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ബ്രേക്ക് തകരാറിലായാൽ വാഹനം നിർത്തുവാൻ എന്ത് ചെയ്യണം? ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ബ്രേക്ക് തകരാറിലായാൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് നിർത്താം. സഡനായിട്ട് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുവാൻ പാടില്ല. അതിനൊരു രീതിയുണ്ട്. ആ രീതിയിൽ മാത്രമേ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാവൂ. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ബ്രേക്ക് തകരാറിലായാൽ വാഹനം എന്തുപയോഗിച്ച് നിർത്തും? ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് നിർത്തും. എൻജിൻ അമിതമായി ചൂടാകുവാനുള്ളൊരു കാരണം എന്താണ്? എൻജിൻ അമിതമായി ചൂടാകുവാനൊരു കാരണം എന്ന് പറയുന്നത് ഫാൻ ബെൽറ്റ് പൊട്ടിയത് കൊണ്ടാണ്. ഫാൻ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ എൻജിൻ അമിതമായി ചൂടാകും. ടയറിലെ വായുമർദ്ദം കൂടുതലായാൽ എന്ത് സംഭവിക്കും? ടയറിലെ വായുമർദ്ദം കൂടിക്കഴിഞ്ഞാൽ ടയറിൻ്റെ മധ്യഭാഗം കൂടുതൽ തേയ്മാനം സംഭവിക്കും. എന്നാൽ ടയറിൻ്റെ മർദ്ദം കുറഞ്ഞാലോ? വശങ്ങളിൽ തേയ്മാനം ഉണ്ടാകും. ടയറിൻ്റെ വശങ്ങളിൽ തേയ്മാനം ഉണ്ടാകും. ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുന്നത് എപ്പോൾ? ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുന്നത് എപ്പോൾ? മുൻപിൽ പോകുന്ന വാഹനം വലതുവശത്തേക്ക് തിരിയുന്നതിനായി സിഗ്നൽ നൽകുകയും റോഡിൻ്റെ മധ്യഭാഗത്ത് നീങ്ങുകയും ചെയ്താൽ മാത്രമേ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുവാൻ പാടുള്ളൂ. ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യേണ്ടത് എപ്പോഴാണ്? മുമ്പിൽ പോകുന്ന വാഹനം വലതുവശത്തേക്ക് തിരിയുന്നതിനായി സിഗ്നൽ നൽകുകയും റോഡിൻ്റെ മധ്യഭാഗത്ത് നീങ്ങുകയും ചെയ്താൽ മാത്രമേ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുവാൻ പാടുള്ളൂ. റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന സ്ഥലങ്ങൾ. റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പാർക്കിംഗ് അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം. റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പാർക്കിംഗ് അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം. സുരക്ഷിത അകലം എത്രയാണ്? സുരക്ഷിത അകലം എന്ന് പറയുന്നത് വാഹനങ്ങളുടെ വേഗതയ്ക്കനുസരിച്ച് ഉള്ള അകലമാണ് സുരക്ഷിത അകലം എന്ന് പറയുന്നത്. നിങ്ങളുടെ വാഹനം കയറ്റം കയറാതെ വരുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ വാഹനം കയറ്റം കയറാതെ വരുമ്പോൾ ചെയ്യേണ്ടത് താഴ്ന്ന ഗിയറിലേക്ക് മാറ്റണം. ടോപ്പ് ഗിയറിലിട്ട് കഴിഞ്ഞാൽ വാഹനങ്ങൾ കയറ്റം കയറില്ല. അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യണം. നിങ്ങളുടെ വാഹനം കയറ്റം കയറാതെ വരുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഗിയർ ഡൗൺ ചെയ്യണം.
തീ പിടിക്കാവുന്ന ദ്രാവകങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ എല്ലാ വശങ്ങളിലും പ്രദർശിപ്പിച്ചിരിക്കുന്ന വജ്രാകൃതിയിലുള്ള അപായ സൂചനയുടെ ലേബലിൻ്റെ നിറമെന്താണ്? തീ പിടിക്കാവുന്ന ദ്രാവകങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ എല്ലാ വശങ്ങളിലും പ്രദർശിപ്പിച്ചിരിക്കുന്ന വജ്രാകൃതിയിലുള്ള അപായ സൂചനയുടെ ലേബലിൻ്റെ നിറം എന്ത്? മഞ്ഞയാണ്. മഞ്ഞ. മഴക്കാലത്ത് വാഹനം റോഡിൽ തെന്നുവാൻ കാരണമെന്താണ്? മഴക്കാലത്ത് വാഹനങ്ങൾ റോഡിൽ തെന്നുവാനുള്ള കാരണം എന്ന് പറയുന്നത് തേയ്മാനം കൂടുതൽ സംഭവിച്ച ടയർ കൊണ്ടുണ്ടാകാം, പെട്ടെന്ന് വേഗം കൂടുമ്പോൾ ഉണ്ടാകാം, സഡൻ ബ്രേക്ക് ചവിട്ടുമ്പോഴും ഉണ്ടാകാം. അപ്പോൾ മഴക്കാലത്ത് വാഹനങ്ങൾ റോഡിൽ തെന്നുവാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് പെട്ടെന്ന് വേഗം കൂട്ടുമ്പോഴുണ്ടാകും, സഡൻ ബ്രേക്ക് ചെയ്താലുണ്ടാകും, തേയ്മാനം കൂടിയ ടയർ ഉപയോഗിച്ചാലും ഉണ്ടാകും. മദ്യപിച്ച് വാഹനം ഓടിക്കാവുന്ന പരമാവധി വേഗത എത്രയാണ്? മദ്യപിച്ച് വാഹനം ഓടിക്കുവാൻ പാടില്ല. മദ്യപിച്ച് വാഹനം ഓടിക്കുവാൻ പാടില്ല. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് വാഹനം എന്നാൽ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് വാഹനം എന്നാൽ സ്റ്റിയറിംഗ് കൺട്രോൾ ഇടതുഭാഗത്തുള്ള വാഹനം അറിയപ്പെടുന്നതാണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് വാഹനം. സ്റ്റിയറിംഗ് കൺട്രോൾ ഇടതുഭാഗത്തുള്ള വാഹനമാണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് വാഹനം. ഇലക്ട്രിക് ഉപകരണം കൊണ്ട് കാണിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സിഗ്നലാണ് ഏത്? ഇലക്ട്രിക് ഉപകരണം കൊണ്ട് കാണിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സിഗ്നലാണ് ഓവർടേക്കിങ്ങിനുള്ള അനുവാദം. ഒരു മോട്ടോർ കാറിൻ്റെ ഏറ്റവും പ്രധാന രേഖ എന്താണ്? ഒരു മോട്ടോർ കാറിൻ്റെ ഏറ്റവും പ്രധാന രേഖ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഒരു മോട്ടോർ കാറിൻ്റെ പ്രധാന രേഖ എന്നറിയപ്പെടുന്നത് RC ആണ്. ട്രാഫിക് നിയന്ത്രിക്കുന്ന ആളോ സിഗ്നലോ ഇല്ലാത്തതും കാൽനടക്കാർ കുറുകെ നടക്കുന്നതുമായ ഒരു ജംഗ്ഷനിൽ വാഹനം ഓടിച്ചു ചെല്ലുന്ന ഡ്രൈവർ എന്താണ് ചെയ്യേണ്ടത്? ട്രാഫിക് നിയന്ത്രിക്കുന്ന ആളോ സിഗ്നലോ ഇല്ലാത്തതും കാൽനടക്കാർ കുറുകെ നടക്കുന്നതുമായ ഒരു ജംഗ്ഷനിൽ വാഹനം ഓടിച്ചു ചെല്ലുന്ന ഒരു ഡ്രൈവർ ശ്രദ്ധിക്കേണ്ടത് വാഹനം നിർത്തി കാൽനടക്കാർ കടന്നു പോകുവാൻ അനുവദിക്കണം. വാഹനം നിർത്തി കാൽനടക്കാർ കടന്നു പോകുവാൻ അനുവദിക്കണം. റോഡിൽ മുൻഗണന ഉള്ളത് ആർക്കാണ്? കാൽനടക്കാർക്കാണ്. റോഡിൽ മുൻഗണന ഉള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ കാൽനടക്കാർക്കാണ്. ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോൾ നിർബന്ധമായും കയ്യിൽ സൂക്ഷിക്കേണ്ട രേഖ ഏതാണ്? ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോൾ നിർബന്ധമായും കൈവശം സൂക്ഷിക്കേണ്ട ഒരു രേഖയാണ് ഡ്രൈവിംഗ് ലൈസൻസ്. ടേൺ എടുക്കുമ്പോൾ നൽകുവേണ്ട സിഗ്നൽ ഏതാണ്? ടേൺ എടുക്കുമ്പോൾ നൽകുവേണ്ട സിഗ്നൽ വലതുവശത്തേക്ക് തിരിയുന്നതിനുള്ള സിഗ്നൽ. ടേൺ എടുക്കുമ്പോൾ നൽകേണ്ട സിഗ്നൽ വലതുവശത്തേക്ക് തിരിയുന്നതിനുള്ള സിഗ്നൽ. ഏതവസരത്തിലും ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യുവാൻ അനുവാദമുള്ള വാഹനം? ഏതവസരത്തിലും ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യുവാൻ അനുവാദമുള്ള ഒരു വാഹനം? അങ്ങനെ ഒരു വാഹനമില്ല. ഇടതുവശത്തുകൂടി ഓവർടേക്കിംഗ് അനുവദനീയമല്ല. മുൻപുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മുൻപിൽ പോകുന്ന വാഹനം വലതുവശത്തേക്ക് തിരിയുന്നതിനായി സിഗ്നൽ നൽകുകയും റോഡിൻ്റെ മധ്യഭാഗത്ത് നീങ്ങുകയും ചെയ്താൽ മാത്രമേ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യുവാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഇടതുവശത്തുകൂടി ഓവർടേക്കിംഗ് അനുവദനീയമല്ല. നിങ്ങളുടെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ വാഹനം മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഓവർടേക്കിംഗ് ചെയ്യുന്നത് യാതൊരു വിധത്തിലും തടസ്സപ്പെടുത്തരുത്. ഒരു റോഡ് ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ കടന്നു പോകുവാൻ മുൻഗണന കൊടുക്കേണ്ടത് ആർക്കാണ്? വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണ്. ഒരു റോഡ് ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ മുൻഗണന ഉള്ളത് ആർക്കാണ്? വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണ്. ഡ്രൈവർ തൻ്റെ ഇടത് കൈകൊണ്ട് സിഗ്നൽ നൽകേണ്ടത് എപ്പോൾ? എപ്പോഴാണ്? ഇടത് കൈകൊണ്ട് പ്രത്യേകിച്ച് സിഗ്നലുകൾ ഒന്നും തന്നെ ഇല്ല.
ഇടത് കൈകൊണ്ട് സിഗ്നലൊന്നും തന്നെ ഇല്ല. ഗ്യാസ് ഉപയോഗിച്ച് ഓടിക്കുന്ന വാഹനത്തിൻ്റെ ഗ്യാസ് ടാങ്കിൽ നിറയ്ക്കുന്ന ഗ്യാസ് ഏതാണ്? ഗ്യാസ് ടാങ്കിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? ഗ്യാസ് ഉപയോഗിച്ച് ഓടുന്ന വാഹനത്തിൽ ഗ്യാസ് ടാങ്കിൽ നിറയ്ക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ LNG അഥവാ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. നിലവിലിപ്പോൾ CNGയും ഉപയോഗിക്കുന്നുണ്ട്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. പ്രഥമ ശുശ്രൂഷയുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? പ്രഥമ ശുശ്രൂഷയുടെ ഉദ്ദേശങ്ങളെന്ന് പറയുന്നത് ജീവൻ സംരക്ഷിക്കുക, പരിക്ക് ഭേദമാക്കുവാൻ സഹായിക്കുക, അവസ്ഥ കൂടുതൽ മോശമാകാതെ നോക്കുക. ജീവൻ സംരക്ഷിക്കുക, പരിക്ക് ഭേദമാക്കുവാൻ സഹായിക്കുക, അവസ്ഥ കൂടുതൽ മോശമാക്കാതെ നോക്കുക.